ഈ ഒരു പ്രശ്നം, അതായത് അനുമോൾ PR അതിൽ ആ പ്രശ്നം നടക്കുമ്പോൾ അനുവിനെ ഏറ്റവും കൂടുതൽ മെൻ്റലി സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാട്ടോ ലക്ഷ്മി. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ലക്ഷ്മി പറഞ്ഞൊരു ഡയലോഗുണ്ട്, ആദില നൂറേനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലത്. കറക്റ്റായിരുന്നു. ലക്ഷ്മി അതൊക്കെ അറിഞ്ഞ് പറഞ്ഞതാണ്, ആരും പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞതല്ലെന്ന് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. ലക്ഷ്മി വേണമായിരുന്നു ടോപ്പ് 5 അല്ലെങ്കിൽ 7 ഈ ആദിലയ്ക്ക് പകരം വരാൻ ഇപ്പം തോന്നുന്നു. മുൻഷി രഞ്ജിത്ത് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അനുമോൾ അവിടെ നിന്ന് കരഞ്ഞ് പറയാണ്, ബിഗ് ബോസിന് അറിയാമല്ലോ ആ നമ്പർ എൻ്റെതാണെന്നും, ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ കരഞ്ഞ് വിളിച്ച് പറയാണ്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, അത് ബിഗ് ബോസ് ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കാണിക്കണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ മുൻഷി രഞ്ജിത്ത് പറയാണ്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയാത്തത് പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതവിടെ നടക്കട്ടെ, നീ നിന്റെ കാര്യം നോക്കി ഇവിടെ നിൽക്കുന്ന മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട്. നീ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ നിനക്കത് വോട്ടായിട്ടും നിനക്കത് ഒരു നല്ല രീതിയിൽ നിനക്ക് വന്ന് ഭവിക്കും, നീ അത് ജയിക്കും, നീ ഒരു വിന്നർ ആവും എന്നുള്ള രീതിയിൽ മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടാക്രമണം നടത്തുന്നത് എന്തൊരു മോശമാണ്. അപ്പം മുൻഷി രഞ്ജിത്ത് പറയാണ്, അത് പ്ലാൻഡ് ആയിട്ട് കഴിഞ്ഞ ഒരു വീക്കിൽ ഇവരെ എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അത് ശരിക്കും കൂട്ടാക്രമണമല്ല, അത് അവരുടെ ഭയമാണ്, അവർക്ക് നിന്നെ ഭയമാണ്, നീ ജയിക്കുമോ എന്നുള്ള ഭയം. നീ പേടിച്ചിരിക്കരുത്, അവരുടെ ഭയം ഇപ്പോൾ പുറത്ത് ചാടിയിരിക്കുകയാണ്, നീ പേടിക്കരുത്, നീ പേടിക്കാതിരുന്നാൽ നിന്നെ ജനങ്ങൾ പുറത്ത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് മുൻഷി രഞ്ജിത്ത് പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുന്ന പലരും ജയിക്കാൻ വേണ്ടിയും അല്ലാതെയും ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും. പുറത്ത് എന്താണ് ആൾക്കാർ ചെയ്യുന്നതെന്നും നിനക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ആ ഒരു നൈറ്റ്, ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നൈറ്റ് ഇവിടെ കയറി വന്നിട്ട് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നീ ഇതിനെക്കുറിച്ചൊന്നും ഉത്തരവാദിത്തം പറയാൻ പോകേണ്ട ആവശ്യമില്ല. നിൻ്റെ അടുത്തല്ല, നിൻ്റെ അടുത്ത് ഒരു പ്രശ്നവും വരേണ്ട ആവശ്യം ഇവർക്ക് ആർക്കും ഇല്ല. നീ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അഥവാ നമ്പർ കൊടുത്താലും ആദില പുറത്ത് പോയിട്ടില്ലല്ലോ, പുറത്ത് പോയിട്ട് ആർക്കും നമ്പർ കൊടുക്കാൻ അതിലേക്ക് ഫോണും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നീ എന്തിനാണ് അതിനൊക്കെ പേടിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം ആരും ഇവിടെ ചെയ്തിട്ടില്ല. അനുമോൾ അതിനുശേഷം എനിക്ക് മരിക്കണം എന്നുള്ള വേർഡൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോൾ ഈ ഡോറ് തുറന്ന് പുറത്തോട്ട് നിന്നെ പിറക്കി വിട്ടാൽ നീ പോകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുമെന്ന് അനുമോൾ പറയുന്നത്. അപ്പം അവർ പറയാണ്, ഇതാണ് അവർക്ക് വേണ്ടത്, നിന്നെ തോൽപ്പിക്കാൻ, നിന്നെ തോൽറ്റ് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്, നിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം, നീ ജയിക്കരുത്. അപ്പം നീ എന്താ വേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നീ കളിക്കണം. നീ ഇവിടെ നിന്ന് എല്ലാ വിഷമങ്ങളും മറന്ന് കണ്ണീര് മാറ്റിയിട്ട് വേണം നീ അകത്തേക്ക് കയറി വരാൻ. ഇതിൻ്റെ അകത്ത് നിൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം നിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന്, നീ എത്രത്തോളം സ്ട്രോങ് ആണെന്നും നീ എത്രത്തോളം സർവൈവ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും എനിക്കറിയാം. അത്രയും സ്ട്രെങ്ത് സ്റ്റിൽ നിനക്കുണ്ട്. നീ വേറെ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട. എൻ്റെ ഇടയ്ക്ക് അനുമോൾ പറഞ്ഞ് കരയുന്നുണ്ട്, ആ കുട്ടികളോട് ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവരോട് ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ, എന്നിട്ട് അവരെന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയാണ്, മോളെ അതൊന്നും നീ നോക്കരുത്, അതൊക്കെ വിട്, നിനക്ക് എന്താണ് പറയാനുള്ളത് അത് നീ ക്യാമറ നോക്കി പറ, നീ എന്താണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നീ പറയുന്നത് ജിഷിൻ പറയുന്നുണ്ട്. ശരിയാണ്, അനുമോൾ എന്തിനാ നീ അതിലെ നൂറേൻ നോക്കുകയേ ചെയ്യരുത്. അങ്ങനത്തെ 2 വിഷവിത്തുകളെ മാറ്റിക്കള. അനുമോൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവൻ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു, ഇനി അത് പറയണ്ട. അതിലെ നൂറേയും കൂടെ നിനക്കെതിരെ കളിച്ച കളികളും ചതികളും ഓൾറെഡി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഇത്രയും നാളും, ഇപ്പം കാണുന്നില്ലേ എല്ലാവരും. അതുകൊണ്ട് ഒരു രീതിയിൽ വിഷമിക്കേണ്ട. 100% എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അനുമോൾ തന്നെ ജയിക്കും, അത് ഉറപ്പാണ്.